അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് എൻ്റെ അനിയൻ വന്നിരിക്കണം. അപ്പോൾ ഓനെ നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ടെന്ന് അവൻ പറയുന്നത്. അപ്പോൾ ഓനെ നമ്മളൊന്നും നോക്കില്ല യൂട്യൂബിൽ. പിന്നെ പോണ വയ്ക്കുന്നാൽ പാപ്പനൻ്റെ അനുവിനെ യൂട്യൂബിൽ അതിൽ തന്നെ ആദ്യം പരിഹരിക്കും. നിങ്ങൾ ഒറ്റമൈനിൽ ട്രിപ്പിൽ ഇറങ്ങിയത് ഞങ്ങളല്ല പോയിക്കൊണ്ടിരിക്കണം. ഈ നേരം വരെ ഇച്ചൊരു പുടുത്തല്ലോ ഉമാരും ഞങ്ങളുടെ കൊണ്ടുപോകണം. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം ഒരു പുടുത്തല്ല. പിന്നെയാണ് ഉസൈഫ് പറഞ്ഞത് നമ്മൾ ഊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ സലാം ചോദിച്ചാൽ അതിനെന്താ നമ്മൾ മസനഗുടി വഴി ഇവിടെ ആയിട്ട് പറയണേ മസനഗുടി വഴി ഊട്ടിക്ക് ഒരു യാത്ര. പക്ഷേ ആരും കാണാത്തൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോയി പറഞ്ഞിട്ട് തൊള്ളെടുത്തിട്ടില്ല. അപ്പോൾ ഉസൈഫിന് വിശക്കുന്നുണ്ട്. പിന്നെ ഓനക്കൊരു പയമ്പരക്ക് വാങ്ങി കൊടുത്ത് ഞങ്ങൾ പോവുകയാണ്. അപ്പോഴാണ് മാങ്ങ വെക്കണം. പിന്നെ ഞങ്ങൾ വണ്ടി തിരിച്ച് മാങ്ങ വാങ്ങാൻ പോകണം. അപ്പോൾ മൂപ്പര് പറയണേ എല്ലാവരും വയറിലാകാൻ കാത്തിക്കുക. മൂപ്പര വയറിലാക്കല്ലെന്ന്. പിന്നെ ഓക്കട ഞങ്ങൾ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്നു കൈസ്. കാരണം ബോർഡ് എടുത്തിട്ടില്ലേ കർണാടക ബോർഡേ. അപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് പിടിച്ചു. 4 വട്ടം കറങ്ങി കൊണ്ടിരിക്കണം. യന്ത്രം അവിടെ അതിനെ പൊളിച്ച ചീത്ത പോലീസ്. പിന്നെ അതിന് ചൂടേ അതിലിറങ്ങി നമുക്ക് കൂട്ടിക്കൊണ്ടിരാം നമുക്ക് പെരിയിൽ പോകാൻ ഒക്കെ ശരി. അതിൽ വെച്ചൊരു മാങ്ങ നിറഞ്ഞു. പിന്നെ ആ കാഴ്ച നിങ്ങൾ കാണണം. അതിൽ മാങ്ങുന്നത് പിന്നെ അതിൽ ആപ്പിയായി നിങ്ങൾ കാണില്ല. കണ്ണാടി കൂടി വേണ്ട ഒരു ചിരി പോണ വയ്ക്കുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ തിരിച്ചെടുക്കണം. പിന്നെ പണ്ട് ഒരു ഫോട്ടോഗ്രാഫിയാണ് ഈ വീഡിയോഗ്രാഫി കൂടി വന്നിട്ട് ഞങ്ങൾ ഒരു തേങ്ങനെയും കണ്ടില്ല. ആകെ കണ്ടത് ആ ചാടി പോണ ഒരു കുരങ്ങിനെ. പിന്നെ അപ്പുറത്ത് പേൻ നോക്കണിട്ട് കുരങ്ങുണ്ട്. അതിന് മാത്രം കണ്ടു. അവന് ചെറുങ്ങനെ ചൂടായി. അതിൽ നല്ല ചൂടായാലും നമുക്ക് ഇവിടെ ഒരു തേങ്ങ നമുക്ക് പെരിയെ പോകുന്നു. പിന്നെ 2 കുരങ്ങനുണ്ട് സന്തോഷമായി. പിന്നെ നിർത്തിയാൽ വെച്ചപ്പോഴേ കടിച്ചു. ഓന്റെ കയ്യിൽ ആപ്പിൾ ഉണ്ട്. അത് തരാൻ വന്നാൽ നിലത്തേക്കും പോണു. പിന്നെ ആ പാപ്പന്റെ മാസ് എന്നിട്ട് ഉസൈഫിനൊരു പൂതി ഞാനങ്ങനെ ചെയ്യട്ടെ. ഞങ്ങൾ വെച്ച് വേണമെന്ന് പിന്നെ ഉസൈഫ് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടാവും. പകുതി റോഡും പകുതി മണ്ണും അതിലേക്ക് ചെയ്തിട്ടുണ്ടാവും. വാശി പിടിച്ച് നിൽക്കുക ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞു ആടാ ചെയ്തിട്ടുണ്ട് സെറ്റ് നമുക്ക് വേറെ സ്ഥലത്ത് നോക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനെ കൊണ്ടുപോയി. പിന്നെ അതിലൊരു വൈബ് ഉണ്ട്. 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ഒരു വൈബ്. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. വന്നിട്ട് ഇപ്പോഴാണ് കാഴ്ച ഞങ്ങളൊരു മാനിനെ കണ്ടു. നിങ്ങൾക്ക് കണ്ടു ഒരു ചെക്കന്മാർ പുളിച്ചതേറി. നിങ്ങൾ എന്താ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്നത്. മുന്നിൽ 3ാമതായിട്ട് മൈലിംഗ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ഹാപ്പിനെസ്സിലാണ്. അപ്പോൾ അവൻ പറയുന്ന 4 വേർഡ് ഉണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ ഞങ്ങളൊരു കരടിനെയും കണ്ടിട്ടുണ്ട് ഗൈസ് ഫോട്ടോയിലെ. ഇവരല്ല വൈബിലാണ്. ഒരു കയ്യിൽ വ്ളോഗ് എടുത്തിട്ട് കയ്യിൽ പാട്ട് കേൾക്കണേ. കല്യാണക്കനവ്. ഞങ്ങളങ്ങനെ മസനഗുഡിക്ക് എത്തിഞ്ഞ് ഊട്ടിക്ക് 29 കിലോമീറ്റർ ഉണ്ട്. ബോർഡ് മേടിക്കണില്ല. പിന്നെ ഞങ്ങളങ്ങനെ നല്ലൊരു സ്പോട്ടൊക്കെ ചാടിച്ചു വന്നു. ഇത്രയും ദൂരം വണ്ടി കോട്ടി വന്ന് അതിന്റെ മനസ്സിലുണ്ട്. അതിന് പുല്ലെന്നാണേ. കോടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ മക്കളെ വന്നോളി. ഈ നവംബർ ഡിസംബറിലൊക്കെ വരികയാണെങ്കിൽ കോടനൊക്കെ കയ്യിലെടുത്ത് എറിയാൻ. പിന്നെ കേരള വഴിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് ഉണ്ട്. അവിടുന്ന് അനുക്ക് എന്തായാലും ഒരു ഫോട്ടോ വേണമെന്ന്. അപ്പൊ അനു ഫോട്ടോ എടുക്കാൻ ധൃതിമുട്ടി മണ്ടാണ്. അപ്പോഴാണ് ഒരു കപ്പിൾസ് അനുവിന്റെ കയ്യിൽ ഫോൺ എടുത്തിട്ട് ആദ്യം ഞങ്ങൾ 2 ഫോട്ടോ എടുത്താട്ട് എന്നിട്ട് എത്ര വേണേലും എടുത്തു വന്ന്. അനു അപ്പേ ഞാനും ബാബനോട് കടി നിന്നാണ്. ഇല്ല പറയല്ലേ കാട്ടി 5 കില്ല. പിന്നെ അവിടെ ആദിലിനെ കാണാനല്ല. ആദിലവിടെ പോയേക്കുമ്പോൾ ആദിലിന്റെ മൈൻഡ് വോയിസ് നായ്ക്കൾ വന്നു. ഇനിയിപ്പോൾ ഒറ്റക്ക് തിന്നു. ആദിൽ വന്നപ്പോൾ തന്നെ ചോളം വേണം പറഞ്ഞ ഒറ്റ വാശിയിലേനി. പിന്നെ ഞങ്ങൾ 4 മുറി ഇല്ല പറയാലോ. ഫോൺ ഡെഡായി കഴിച്ചു. ചാർജറും ഇല്ല പവർ ബാങ്കും ഇല്ല. അങ്ങനെ വിചാരിച്ചിട്ടാണ് പാപ്പൻ പറയുന്നത് അളിയന്റെ ചാർജർ എവിടെയോ വെച്ചിരിക്കണം ഡിക്കിയില്ല. ആ ക്യാബിൾ കൊടുത്ത് സ്കൂട്ടിയിൽ ചാർജിന് ഇട്ടിക്കുക ഫോണേ. പിന്നെ ഞങ്ങൾ വന്നത് സോളൂർക്കാണ്. അടിപൊളി കാഴ്ച 1.5 വിഷ്വലാണ് കാഴ്ച. നിങ്ങൾ വരേണ്ട സ്ഥലമാണ്. മാക്സിമം ആർക്കും അറിയാത്ത സ്ഥലമാണ് സോളൂർ അറിയുന്നത്. പിന്നെ ആ സ്കൂട്ടിയിൽ 2 മണിക്കൂറോളം ചാർജ് എത്തിച്ചിട്ട് ചാർജ് 20 ആയിട്ടുള്ളൂ കാഴ്ച. അതുകൊണ്ട് അധികം ഒന്നും എടുക്കാം. ങ്ങളെല്ലാം കൊതി തീരും മുൻപ് നേടേണം. ഇനി കണ്ണീരൊന്നും വേണ്ട മനംകൊള്ളുന്നോരും വേണ്ട. അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് 1.5 സ്ഥലം പറഞ്ഞതാണ് കൈസ്. പക്ഷെ എന്താ 1.5 ഡേഞ്ചർ സ്പോട്ടാണ്. ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമാണ് കൈസ്. മറക്കാൻ പറ്റാത്തൊരു മെമ്മറിയാണ്. ഞങ്ങളിവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഇരട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചു പോവുകയാണ്. പിന്നെ ഇമ്മാതിരി സ്ഥലത്തൊക്കെ വരുമ്പോൾ ആദിൽ സലാമിന്റെ ഒരു ഷർട്ട് ഇട്ട് വന്ന മക്കൾ 1.5 പണിയിട്ട് തണുത്ത് വിറച്ചിക്കണ. അതിൽ സങ്കടം തോന്നി പാപ്പനോന്റെ കുട്ടീസ് ആദിലിന് കൊടുത്തു. പിന്നെ ഇതാ വരുന്നു ഉസൈഫ്. ഹെഡ്ലൈറ്റ് കത്തണടാറുണ്ട്. ടോർച്ച് ലൈറ്റ് ആണ് ഫിറ്റ് ആക്കണേ ഉസൈഫ്. അതിന് ഉസൈഫിന് വണ്ടിയിൽ എണ്ണയും കഴിഞ്ഞിരിക്കണം. തള്ളിയും കൊണ്ട് വരുമ്പോൾ പെരീക്കത്താൻ പ്രാർത്ഥിച്ച് കൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണുന്ന ഒന്നുമില്ല ഉസൈഫിന് പൈച്ചിട്ടേ ചൂടാവുകയാണ്. അപ്പോൾ ഓനക്കൊരു ബ്രോസ്റ്റ് പൊതിക്ക് നമ്മൾ വാങ്ങി കൊടുത്തിക്കണേ.